Hi dear, Itzmeamaluz, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് തന്നെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡ്രോയിങ് വീഡിയോ ചെയ്തിട്ടിരുന്നു, ഒരു മൂൺലൈറ്റ് പെയിൻറ്റിങ്. പക്ഷെ ആരും തന്നെ അത് കണ്ടില്ല. അപ്പോൾ ഞാനിന്നും ജസ്റ്റ് ഒരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് കരുതിയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു സാധാരണ ഒരു സീനറി ഡ്രോയിങ് ആണ് കേട്ടോ. അതായത് ഇതിൽ നമ്മൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട, ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ജസ്റ്റ് ഒരു രണ്ട് വീട്, പിന്നെ അതിന് ഒരു വഴി, പിന്നെ കുറച്ച് മരങ്ങൾ, പിന്നെ ആകാശം, മേഘം, അത്രയൊക്കെ വരയ്ക്കുന്നുള്ളൂ. വേറെ ഒന്നും ഞാനിതിലൊന്നും അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇത് കൂടുതലൊന്നും ചെയ്താൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ട് ഒരു എന്നാ പറയുന്നത്, നമുക്ക് കുറച്ച് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യമേ ജസ്റ്റ് ഞാൻ പെൻസിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വഴി വരുന്നത് പോലെ, പിന്നെ ഒരു വീടും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആ മേൽക്കൂര വരുമ്പോൾ കുറച്ച് ഡാർക്ക് കളറായിട്ടും താഴേക്ക് വരുമ്പം കുറച്ച് ലൈറ്റ് കളറായിട്ടുമാണ് കൊടുക്കുന്നത് ഞാൻ. പിന്നെ ഇതേ ബ്രൗൺ കളർ തന്നെ കുറച്ച് നല്ല ലൈറ്റായിട്ട് ആക്കിയിട്ടാണ് ആ ഒരു വഴി വരുന്നതും കൊടുക്കുന്നത്. ഡ്രോയിങ് വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാനതൊരു ഇഷ്ടം കൊണ്ട് ചെയ്തോന്നേ ഉള്ളൂ. അത്ര വലിയ ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാനൊന്നും ഇല്ല താനും. ജസ്റ്റ് ഒരു സീനറി പോലെ ഒന്ന് വരച്ച് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെങ്കിലും കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ എന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡ്രോയിങ് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും വരച്ചെടുക്കാൻ പറ്റുന്നൊരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രോയിങ് വീഡിയോസ് നിങ്ങൾക്ക് കൂടെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്താണോ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ കാണാണ്ട് പോയെന്ന് അറിയില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ എന്തായാലും കുറച്ചുകൂടി നന്നായിട്ട് തന്നെയാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലെനിക്ക് കൂടുതലൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇതിനകത്ത് പറയുന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരുപാട് ബ്രഷ് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് റൗണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് മരമൊക്കെ വരച്ച് കൊടുക്കുന്നു. പിന്നെ അതുപോലെ ഒരു പുൽമേട് വരുന്ന പോലെ ഉണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്, പഴയൊരു ബ്രഷ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പം ആ ഒരു ഏകദേശം ഒരു നമുക്കൊരു എന്നാ പറയുന്നത്, നമ്മുടെ ഒരു അതേ മരത്തിൻ്റെ ഇലകളൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു ഇതാണ് എടുത്തേക്കുന്നത്. പിന്നെ ആ പുറകിൽ നമ്മൾ ഈ വീടിൻ്റെ ഇപ്പം ഞാൻ ഈ വരച്ച് കൊടുത്തേക്കുന്നതിൻ്റെ മേൽഭാഗത്തേക്ക് ഫുള്ള് ബ്ലൂ കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിൽ കുറച്ച് കട്ടിക്കും താഴേക്ക് കുറച്ച് ലൈറ്റായിട്ടും വരുന്നത്, അതായത് ആ ഒരു ആകാശം തോന്നുന്ന പോലെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുമ്പം കുറച്ച് ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് ശേഷം ഈ താഴെ ഭാഗത്തേക്ക് നമുക്ക് പുൽമേട് പോലെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു വശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരുന്നുണ്ട്. ഇനി അടുത്ത വശത്ത് ഇതേപോലെ ഈ പോയ ബ്രഷ് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇതുപോലെ പെയിൻ്റ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് കുത്തി കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് കുത്തി ഫുള്ളൊന്ന് അവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു യെല്ലോ കളറും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്, നമുക്ക് പുല്ലൊക്കെ പോലെ ഒന്ന് ഫീൽ ചെയ്യാനായിട്ട്. ഇപ്പം നല്ല ചിത്രകാരൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി കിട്ടയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ട് സൈഡിൽ ഇതേപോലെ മരങ്ങൾ വരച്ചിട്ടുണ്ട്.
അപ്പം എല്ലാം കൂടെ എടുത്ത് ഒരുപാട് ലെങ്ത് ആക്കേണ്ട വീഡിയോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കാണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 മരങ്ങൾ ഞാൻ ജസ്റ്റ് 2 സൈഡിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെറിയ മരങ്ങളും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇലകളൊന്നും നമ്മൾ വരച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് ഈ പഴയ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചില്ലകളും കംപ്ലീറ്റ് ആയിട്ട് വരും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ പുറത്ത് നമ്മുടെ ആകാശത്ത് കുറച്ച് മേഘങ്ങൾ വരുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ ഈ പഴയ ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ അധികം ഒന്നും ഇതിലൊന്നും ചെയ്തിട്ടുമില്ല, കൂടുതൽ ഞാനൊന്നും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നുമില്ല. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.